അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഒരു മിനിറ്റ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അശ്വസ്തയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചുമ്മാ നാപ്റ്റോണിലെ കോമഡീസ് ചുമ്മാ നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം യൂട്യൂബിൽ പോകണം. യൂട്യൂബ് എവിടെയാണ്? യൂട്യൂബ് കിട്ടി. ഓക്കെ, നമ്മളിതല്ല കാണാൻ പോകുന്നത്, വേറെ ഒരെണ്ണമാണ്. ഈ നാപ്റ്റോണിലെ തട്ടിപ്പിനെ കുറിച്ച് അറിയാത്ത ഇത് ലോക പൊട്ടനെ ഒന്നും ഉണ്ടാവില്ല. നാപ്തോൾ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ ചെലവഴിക്കുന്നത് ചെറിയൊരു എമൗണ്ട് 600 രൂപ നിങ്ങൾ ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ ശരി, ചെറിയ എമൗണ്ട് ആണ് മനസ്സിലായി. അത് എന്തില്ല, അത് അറിഞ്ഞില്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കോളിംഗ് സ്മാർട്ട് വാച്ച് കോംബോ. അതിൽ ആദ്യമായിട്ട് സ്മാർട്ട് വാച്ച് ആണ്. നിങ്ങൾക്കും വേണം സ്മാർട്ടായി മാറാൻ ഒരു സ്മാർട്ട് വാച്ച് മേടിക്കുന്ന സമയത്ത്. ശരി, സ്മാർട്ടായി മാറാൻ സ്മാർട്ട് വാച്ച് എന്തിനാവശ്യം? നമുക്ക് സ്മാർട്ടായി മാറിയാൽ പോരെ. പിന്നെ വേറെ തട്ടിപ്പുണ്ട്. ഈ 699 റുപ്പീസിന് എങ്ങനെ ഇത്രയും പ്രോഡക്ട്സ് കിട്ടുന്നു? ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വില തന്നെ ഒരു 2000-3000 ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ മൊബൈൽ സ്റ്റാൻഡിലും ഈ ഫ്രീ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിനാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തോ തട്ടിപ്പ് ഉപയോഗിച്ചിട്ടില്ലേ? ഫ്രീ ആയിട്ട് ബ്ലൂടൂത്ത് ഇയർഫോൺ വരുന്നുണ്ട്, ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നു, 2 പ്രോഡക്റ്റ് തികച്ചും സൗജന്യമായിട്ട് നേടാൻ പോവുകയാണ് ഈ ഒരു കോളിലൂടെ. അതിൽ പ്രശ്നമുണ്ട്, ക്വാളിറ്റി ചിലപ്പോൾ ചെറുതായിരിക്കും. സ്മാർട്ട് വാച്ചിന് അത് സ്ക്രീൻ നോക്കിയാൽ തന്നെ അറിയാം. ഇച്ചിരി ഇത്രേ ഉള്ളൂ, ഇത്രയൊക്കെ ഉണ്ടാവും. നോക്കാം. 600 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു കോളിംഗ് സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോൺ നമുക്ക് വിളിക്കണമെന്ന് ശരി, നമുക്ക് ആരുടെ കോൾ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനും ശരി, ഈ ഒരു കോളിംഗ് സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പോസിബിൾ ആയിരിക്കും. ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് നല്ലോണം സംസാരിക്കാൻ പറ്റിയ ക്വാളിറ്റി ആയിട്ടുള്ള നമുക്ക് സൗണ്ട് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് വരുന്നത്? ഓരോ ദിവസം ഓരോ ഡയലും നമുക്ക്. എൻ്റെ അച്ഛനൊരു സ്മാർട്ട് വാച്ച് ഉണ്ട്, നോയ്സ് എന്ന് പറഞ്ഞ. ആ സ്മാർട്ട് വാച്ചിൻ്റെ വില എത്ര, 500 എത്രയായിരുന്നു. അത് ഓഫറിൽ കിട്ടിയതാ. എൻ്റെ അമ്മോ, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, അടിപൊളി. ഇതാണെങ്കിൽ ഇവർ 699 റുപ്പീസാണ് കൊടുക്കുന്നത്. അതിന് 76,000 ഡിസ്കൗണ്ട് പോലും. ഒരു കോള് വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാം, അറ്റൻഡ് ചെയ്ത് സംസാരിക്കാം. മാത്രമല്ല ഇൻബിൽട്ട് ആയിട്ട് മൈക്രോഫോണും സ്പീക്കറും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് വന്നിരിക്കുന്നത്? ഇതൊക്കെ എല്ലാവരും സാധാരണ സ്മാർട്ട് വാച്ചിലുള്ള കാര്യങ്ങളല്ലേ. ഇതൊക്കെ എന്തിനാ ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭയങ്കര വിഷയം പോലെ വട്ടാ ഇങ്ങനെ പറയുന്ന പോലെ. നമുക്ക് മെറ്റലാണ് നമുക്ക് വന്നിരിക്കുന്നത്, സെൻസറിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്താണ് എടോ, ബാക്കി മെറ്റൽ വെക്കാൻ എന്നോട് ആരാടാ പറഞ്ഞേ? കൈക്ക് വേനെടുത്തിട്ട് വയ്യാതെ വെത്തില്ലേ? മാത്രമല്ല വേറെ സംശയം, ഈ സെൻസേഴ്സിൻ്റെ റെഡ് കാണിക്കണേ. സാധാരണ സ്മാർട്ട് വാച്ചിൽ സെൻസേഴ്സ് റെഡ് കാണിച്ചത് പ്രശ്നമുണ്ടെന്നല്ലേ അർത്ഥം. അവിടെ താന്മാരുടെ തട്ടിപ്പിനെ കൊണ്ട് തോറ്റല്ലോ, കഷ്ടം. സെൻസർ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ യൂസ്ഫുൾ ആണ്. മാത്രമല്ല നിങ്ങൾക്കൊരു ഫിറ്റ്നസ് ബാൻഡ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കുന്നതാണ്. മാത്രമല്ല ഒരു ഫിറ്റ്നസ് ബാൻഡിന് 100 രൂപയേ ഉള്ളൂ. അതെന്തിനാ നമ്മൾ ഇത്രയും രൂപ ചിലവാക്കണേ? മാത്രമല്ല സ്ക്രീനിൻ്റെ സൈസ് നോക്ക്, 3.30 സെന്റിമീറ്റർ. മാർക്ക് വെറുതെ അല്ല. 699 റുപ്പീസ് എന്ന് വെച്ചാൽ 700 റുപ്പീസിന് വിൽക്കുന്ന ഇവര്. എടോ, 1.3 ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. അപ്പോൾ ഭയങ്കര ബെയറായിരിക്കും ഇത്. എൻ്റെ അമ്മോ, വെറുതെ അല്ല. 3 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു വാച്ച് നമ്മൾ മേടിക്കുമ്പോൾ എത്ര നമ്മൾ ചെലവഴിക്കും, പക്ഷെ ഇവിടെ നമുക്ക് വരുന്നത് സ്മാർട്ട് വാച്ച്. എൻ്റെ അച്ഛൻ്റെ 500 രൂപയുടെ സ്മാർട്ട് വാച്ച് എത്ര വർഷം നിന്നും പറയാൻ പറ്റില്ല ദൈവമേ. ഇപ്പോൾ എന്തോ കേടായതേ ഉള്ളൂ. നോയ്സ് നല്ല സ്മാർട്ട് വാച്ച്. എന്തത് പറയാൻ പറ്റുന്നത്? കോളിംഗ് കോംബോ ആണ്. അപ്പൊ നമ്മൾ കോളിംഗ് സ്മാർട്ട് വാച്ച് കോംബോ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ, മെസ്സേജ് നോട്ടിഫിക്കേഷൻ, വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷൻ. ഞാൻ കാര്യം കേട്ടിട്ടുണ്ട്, ഈ സ്ക്രീൻ 3.30 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പിക്സൽസും അതൊക്കെ ചെറുതായിരിക്കും. അതൊക്കെ ഈ വാട്സപ്പ് ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനാ? നമ്മളെ ഫയർ ബോൾട്ടിൻ്റെ ഡ്രീം എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ച് ഉണ്ട്. അതിനകത്ത് ഇത്രയുണ്ട് സംഭവം, ഇത്രയുണ്ട്. അതോ ഈ ഫുള്ളുണ്ട്. ആ സംഭവത്തിന് വരെ 5000. എന്നുവെച്ചാൽ നല്ല ക്വാളിറ്റിയാ. ഇന്ത്യൻ മേഡാണെങ്കിലും ഭയങ്കര അടിപൊളി. ഇതുപോലത്തെ 3.30 ഒന്നുമല്ല. അതിൻ്റെ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ ലോകം തന്നെ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് വാച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇനി നമ്മൾ ഫോൺ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ഏതുവിധ നോട്ടിഫിക്കേഷൻ ആയിരുന്നാലും ശരി, കോൾ വന്ന് ഫോണിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് തരാൻ പറഞ്ഞേ.
കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എങ്ങനെയാണോ കോൾ വരുന്നത് അത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോളിംഗ് സ്മാർട്ട് വാച്ചിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സംസാരിക്കാനും പോസിബിൾ ആണ്. നമുക്കൊരു സംസാരിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു വോയിസ് നമുക്ക് അവർക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും. മാത്രമല്ല ഒരു കോൾ വരുന്ന സമയത്ത് അത് പലപ്പോഴും മൊബൈലിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയേക്കാം. പക്ഷേ കൈകളിൽ ഒരു വാച്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കും. മാത്രമല്ല ഒരു മെസ്സേജ് വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് മെസ്സേജ് ആയിട്ട് ഇപ്പം രണ്ട് കാര്യം ശ്രദ്ധിച്ചേ. ഒരു ചെറിയൊരു ചുമ്മാ വാങ്ങിയിട്ട് സ്മാർട്ട് വാച്ചിൽ വരെ കോളിംഗ് ഫീച്ചർ ഉണ്ട്. അതിന് ഇയാൾ കിടന്ന് കാറുന്ന എന്തിനാ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ വെക്കുന്ന സാധനം സൈലന്റ് മോഡിൽ ഇട്ടാൽ അത് വൈബ്രേറ്റ് ചെയ്യും. എന്നിട്ട് പോലും നമ്മൾ അറിയുന്നത് ചുമ്മാ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെന്താ ഈ സ്മാർട്ട് വാച്ചിന്റെ ആവശ്യം. ആരാണ് അയച്ചത് വിത്ത് നെയിമോട് കൂടി വാച്ചിലേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, ഓരോ ദിവസം ഓരോ ഡയലാകുമ്പോൾ ഓരോ ലുക്കാണ് നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. അതിനാൽ തന്നെ എന്നും ഒരു പുതിയ വാച്ച് നമ്മളെന്താ ഡെയിലി മാച്ച് നമുക്ക് ഒരെണ്ണം സെറ്റ് ചെയ്താൽ പോരെ. നിനക്ക് എന്താടാ ഇവക്ക് കിട്ടിയ ഫീൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ നമ്മുടെ വീട്ടിൽ മുതിർന്നവർക്ക് എന്തുമാത്രം ആവശ്യമായിരിക്കും. ഇതിനായിട്ട് നിങ്ങൾ ഈ വാച്ച് വാങ്ങിക്കുന്നതിന് മുമ്പേ അവർക്ക് എന്തെങ്കിലും ഉണ്ടാവും ഒരു അവരുടെ ഹാർട്ട് റേറ്റ് ഇതാക്കാൻ. അതിന് ഈ സ്മാർട്ട് വാച്ച് തന്നെ വേണമെന്ന് ആവശ്യമുണ്ടോ? പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ പുറത്തു പോകാൻ പിന്നെ വേറെ കാര്യമുണ്ട്. അത് ബീറ്റ് പെർ മിനിറ്റാ, BPM ആ. അത് നമ്മളെ ഹാർട്ട് ബീറ്റ് ഒന്നും അറിയിക്കാൻ പറ്റില്ല. ഇവിടെ ഇവന്മാർക്ക് ഇത് എന്താടാ ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടി ബീറ്റ് പെർ മിനിറ്റാ. നിന്റെ അമ്മോ മേടിക്കാനായിട്ട് സാധിക്കുന്ന ഫസ്റ്റ് ആയിട്ട് ഇതാ കണ്ടല്ലോ സൗജന്യമായിട്ട് കിട്ടുന്ന മാഗ്നറ്റിക് ഇയർഫോണാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ഇവിടെ തന്നെ നോക്കിയേ എന്തോ ഒരു ബെയറായിട്ട് ഇരിക്കുന്നേ. പിന്നെ അയാൾ കുറേ നേരം പിടിച്ചിട്ട് ചുമ്മാ ഒന്ന് വലിച്ചപ്പോൾ തന്നെ അഴിഞ്ഞു വന്ന്. എനിക്കിങ്ങനെ ഇങ്ങനെ ആടി നടക്കുമ്പോഴേ അത് നമുക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് കാണാം. പിന്നെ അത് മര്യാദയ്ക്ക് നിൽക്കുന്നെങ്കിലും ഉണ്ടോ നോക്ക് അയാൾ കൈ വിട്ടപ്പോൾ. പക്ഷെ എന്താടാ ഇവർക്ക്. ഈ ബഡ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല ഈ ഒരു സൈഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വയറിരിക്കുന്ന കണക്ട് ചെയ്യുന്ന സ്ഥലം നോക്കി. ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ വയർ ഇങ്ങനെ കട്ടായി പോവും. അത് അടിയിലില്ല മൈക്രോഫോൺ കഴിഞ്ഞിട്ട് തന്നെ അവിടെ വെക്കുന്ന വയർ ഏറ്റവും നല്ലത്. ഇത് ആരായാലും വാങ്ങിക്കത്തില്ല. സ്മാർട്ട് വാച്ച് പോലും വാങ്ങിക്കും. 3.30 ഡിസ്പ്ലേ. ഇവിടെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം, കട്ട് ചെയ്യാം, പ്ലേ പോസ് ചെയ്യാം, അതുപോലെ തന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാ കാര്യവും നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. അത് എങ്ങനെയാണ് ബ്ലൂടൂത്ത് ആയിട്ട് പെയർ ചെയ്യുക നിങ്ങൾക്ക് സിമ്പിൾ. ഏത് പൊട്ടനറിയാത്ത കാര്യമാണ് ഈ ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ട് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അമ്മോ. തീർച്ചയായിട്ടും ഇതുപോലെ നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഇതുപോലെ പ്ലേ ചെയ്യാനും ശരി പോസ് ചെയ്യാനും ശരി. ഇനി നമുക്ക് വേറെ ഒരു പ്രോഡക്റ്റ് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ഫോൺ എടുത്തിട്ട് ഇതുപോലെ വേറെ പ്രൊഡക്റ്റാ ഫോൺ പോസും നമ്മളെ ശബ്ദം ഇങ്ങനെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും വേറെ പ്രൊഡക്റ്റ്. അതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറയ്ക്കാനാണല്ലോ. ഇങ്ങനെ ഇതൊക്കെ എന്തോ സിമ്പിൾ ഇൻഫിനിക്സിൽ എന്തോ ഒരു 16 സിമ്പിൾ ചുമ്മാ നോക്കാം. നമുക്ക് പ്ലേ പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനോടൊപ്പം തന്നെ സൗജന്യമായിട്ട് ഈ ഒരു മൊബൈൽ സ്റ്റാൻഡും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് മൂവീസ് കാണുന്നത് ശരി, യൂട്യൂബിൽ കാണാനും ശരി, ഇല്ല നമുക്ക് അതിൻ്റെ ആംഗിളിങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കും. ഇത് ഇങ്ങനെ ഇരിക്കുന്നത് അതെ ഇങ്ങനെ. അതാണ് ഈ ഫോൺ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും മൂവി ഇത് വെച്ച് കാണും ദൈവമേ. നമുക്ക് ഇതുപോലെ സീരീസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാനും ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും വേണമെന്നാ തോന്നുന്നു അല്ലേ? ഉറപ്പല്ലേ. മാത്രമല്ല വീട്ടിൽ നമ്മുടെ ചേച്ചിമാർക്ക് എന്തുമാത്രം ആവശ്യമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ടോട്ടലി ലഭിക്കാൻ പോകുന്നത് ശരി. ഒരു കാര്യം മനസ്സിലാകുന്നില്ല, ഈ സ്മാർട്ട് വാച്ചിന് ബ്രാൻഡഡ് ആണോ? മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ 1299 നമ്മൾ ഇതുപോലെ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വില വെറും 699 നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കോളിംഗ് സ്മാർട്ട് വാച്ച് ആണ്. നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഫോൺ സംസാരിക്കാനും പോസിബിൾ ആണ്. നമുക്ക് ആർക്കെങ്കിലും ഫോൺ വിളിക്കണമെങ്കിലും അതുപോലെ നമുക്ക് ഫോണിന്റെ സാധാരണ സ്പീക്കർ വെച്ച് കേൾക്കത്തില്ലേ. അവിടെ ഇവന്മാരുണ്ടല്ലോ കോൾ ചെയ്യാനും നമുക്ക് പോസിബിൾ ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. എറണാകുളം ആവട്ടെ, തൃശ്ശൂർ ആവട്ടെ, കോഴിക്കോട് ആവട്ടെ, പാലക്കാട് ആവട്ടെ, നെടുമ്പാശ്ശേരി, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ് കുറേ ജില്ലക്കാർ വിളിക്കാൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്? കോളിംഗ് സ്മാർട്ട് വാച്ച് ആണ്. നോർമൽ ആയിട്ടുള്ള ഒരു വാച്ച് അല്ല. നമുക്ക് ഫോൺ ചെയ്യാനും ശരി അറ്റൻഡ് ചെയ്യാനും ഈ ഒരു വാച്ചിലൂടെ. ഇത്രയും വലിയ പ്രത്യേകത കോളിംഗ് സ്മാർട്ട് വാച്ച് ആണ്. അതെങ്ങനെ ആൻഡ്രോയിഡ് ആണെങ്കിൽ നമുക്ക് പറയാം ഇതാണെങ്കിൽ കോളിംഗ് ആണല്ലോ. കോളിംഗ് ജംബോ കോളിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. കൂടി നന്ന് എന്തെങ്കിലും കോളിങ്ങിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി നല്ലേ. എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വാച്ച് മേടിക്കണം? നിങ്ങൾ ചിന്തിക്കാം, നോർമൽ വാച്ചിന് നിങ്ങൾ മേടിക്കുന്ന ഞങ്ങൾ വാങ്ങിക്കത്തില്ല. എത്ര രൂപ നിങ്ങൾ ചെലവഴിച്ച് മേടിച്ചാലും 600, 700, 800 രൂപ കൊടുത്ത് നമ്മൾ നോർമൽ സമയം മാത്രം കാണുന്ന ഒരു വാച്ച് മേടിക്കും. എന്നാൽ ഇതിൽ നമുക്ക് 5000 കൊടുത്തു വരെ നമുക്കൊരു
നല്ല ഡ്രീമിൻ്റെ നല്ല ഇത്രയും വലിയ ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാം. ഇത് ചെറിയ 3.30 ഡിസ്പ്ലേ ബ്രാൻഡഡ് ആണെന്ന് പോലും ദൈവത്തിന് അറിയാം. സമയം അറിയുന്ന മാത്രമല്ല ഓരോ ദിവസം ഓരോ ടയൽ നമുക്ക് സമയമോ ഇതൊക്കെ എത്രയും മുമ്പേ വാങ്ങിച്ചത്. എൻ്റെ അടുത്തൊരു അലാം ക്ലോക്ക് വരെ വർക്കിംഗ് ആണ്. ചേഞ്ച് ചെയ്യാം. അതിനൊപ്പം തന്നെ വാട്സപ്പോ അല്ല നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്ത് എടുത്ത് സംസാരിക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്യാം. വാട്സപ്പ് നോട്ടിഫിക്കേഷൻ, ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇതൊക്കെയല്ല സാധാ പ്രൊഡക്റ്റ് വരുന്നത്. അവരെന്ത് ഇതിനകത്ത് മാത്രമേ വരുത്തുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനും ശരി കൺവീനിയന്റ് ആണ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങോട്ടെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും വിളിക്കുകയാണെങ്കിലും നമുക്ക് ഇതിലൂടെ സഹായിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത് 699 രൂപയാണ് നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? കോളിംഗ് സ്മാർട്ട് വാച്ച് കോബോ. സ്മാർട്ടായി മാറാൻ നിങ്ങൾക്ക് വേണം സ്മാർട്ട് വാച്ച്. സ്മാർട്ടായി വേണം നിങ്ങൾക്ക് പഠിത്തം. റേഡിയേഷൻ അടിച്ച് മരിച്ചതെന്നല്ലാതെ ഈ സ്മാർട്ട് വാച്ച് കൊണ്ട് വേറൊരു ഗുണവുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ ചില ഗുണങ്ങളുണ്ട്. പഠിക്കുന്ന സമയത്ത് ബ്ലൂടൂത്ത് ഇയർഫോൺ സൗജന്യം, മൊബൈൽ സ്റ്റാൻഡ് സൗജന്യം. പഠിക്കുന്ന സമയത്ത് എന്തിനാ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്? ഒരു പ്രോഡക്റ്റ് പിന്നെ മാഗ്നറ്റിന്റെ അത് കണ്ടോ? ബ്ലൂടൂത്തിന്റെ ഇതേ അത് കണ്ടോ? അതവര് തൂക്കിയല്ലല്ലോ, ആ തൂക്കിയിട്ടേക്കാണ് ഇവര്, മാഗ്നറ്റ് വെച്ചല്ല. വളരെ പ്രയോജനമായിട്ടുള്ള 2 പ്രോഡക്റ്റുകൾ സൗജന്യമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. അതാണ് ഈ ഒരു കോംബോയിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോംബോയിനകത്താണ് നിങ്ങൾക്ക് വന്നേക്കുന്നത്. ഇതുപോലെ നമുക്ക് ഡെയിലിയും ഓരോരോ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ആ ഒരു സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സിലിക്കോൺ സ്ട്രാപ്പാണ്. നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് യാതൊരു തരത്തിലുള്ള നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത്. ശരി, ബാക്കിൽ അയൺ അല്ല അയാൾ സ്റ്റീൽ എന്താണ് വെച്ചിട്ട് ഇപ്പോൾ ഒരു കംഫോർട്ടാണ്. സിലിക്കോൺ ആണെങ്കിൽ അതിനായിട്ടും ഭയങ്കര ചൊറിച്ചിൽ വരും. ശരി ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പാർട്ട് 2 ഇറക്കുന്നതാണ്. ഇനിയും ശരിയായിട്ട് ഞാൻ വരുന്നത് ആണ്. അപ്പോൾ ബൈ.